വണക്കം, ദിസ് ഇസ് ട്രാപ്പ് പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ലങ്കാവിയിലാണ്. അപ്പം ഞങ്ങൾ ലങ്കാവിൽ താമസിച്ചത് ദ ബെല്ല വിസ്റ്റ വാട്ടർ ഫ്രണ്ട് റിസോർട്ടാണ്. അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാപ്പ് കപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെല്ല വിസ്റ്റ വാട്ടർ ഫ്രണ്ട് ലങ്കാവി. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്, മോശമല്ല. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ പ്രിമൈസസ് തന്നെ സ്പ്ലാഷ് കട്ട് എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്കുണ്ട്. അത് സെപ്പറേറ്റ് പേയ്മെൻ്റ് ആയിട്ടാണ്, ബട്ട് ഇൻ സെയിം പ്രിമൈസസിലാണ് കേട്ടോ, സെയിം കോമ്പൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് കയറിയിട്ട് നമ്മുടെ ആ ഒരു റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതേപോലെ റിസോർട്ട് ഇരിക്കുന്നതിന് റോഡ് സൈഡിൽ തന്നെയാണ് ഫ്രണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ടു ദ വാട്ടർ ഏരിയ ആണ്. അപ്പോൾ ഭയങ്കര രസമാണ് നമുക്ക് ആ സ്ഥലം കാണാൻ. പിന്നെ ഇവിടെ എല്ലാം അതുവഴി പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി, എല്ലാത്തിനും ആക്സസിബിലിറ്റി ഉണ്ട് കേട്ടോ. അടുത്ത് ഒരുപാട് കടകളുണ്ട്, എല്ലാത്തിനും നല്ല ആക്സസിബിലിറ്റിയാണ്. ഫുഡ് മേടിക്കാനും വെള്ളം മേടിക്കാനും എല്ലാത്തിനും നല്ല ആക്സസാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതാ ബെല്ല വിസ്റ്റയുടെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് അവരുടെ ഒരു റിസപ്ഷൻ വരുന്നത്, കം ലോബി. റൈറ്റ് സൈഡിൽ റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ അവരുടെ ലോബി വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവർക്കൊരു 3-4 കാറ്റഗറി റൂമുണ്ട് കേട്ടോ. ഡീലക്സ് റൂം, പിന്നെ ലോഫ്റ്റ്, അതിൻ്റെ പ്രീമിയം കാറ്റഗറി, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ എല്ലാ റൂംസാണ് അവർ വരുന്നത് കേട്ടോ, ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ലിഫ്റ്റ് കയറിയാൽ മെയിൻ ഫ്ലോറിൽ അവിടെയാണ് നമ്മുടെ റൂം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളി ഒരു പൂളുണ്ട്. പൂൾ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഇൻഫിനിറ്റി ടൈപ്പ് ഒരു പൂളാണ്. പൂള് കഴിഞ്ഞ് അപ്പുറത്ത് പോകുന്നത് ഇതാണ്, എന്താ പറയുക, നമ്മുടെ വാട്ടർ ഏരിയ ആണ്, ലൈക്ക് സീ ആണ്. നമ്മളൊരു കൊച്ചിയിലൊക്കെ ഉള്ളൊരു ബോൾ ഗട്ടിയൊക്കെ പോലൊരു ഫീലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഭംഗി വേറെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു ലോൺ ഏരിയ ആണ്. ഇവിടെയാണ് അവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റൂം എടുക്കുന്നവർക്ക് കോംപ്ലിമെൻ്ററി ആണ്, ആസ് യു നോ. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ചേക്കാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇവരുടെ തന്നെ കുറച്ച് തനതായ വിഭവങ്ങളായ നാസി ഗുണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു പൂള് വരുന്നത് കേട്ടോ. പൂളിൽ നിന്ന് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ബെല്ല വിസ്റ്റ ലങ്കാവി. കണ്ടോ, ഇതാണ് ആ പ്രോപ്പർട്ടി. കണ്ടോ, ഒരു ഡിസ്നിയിലൊക്കെ പോലെ ലുക്കുണ്ടല്ലോ, ഡിസ്നി വേൾഡിലൊക്കെ പോലെ ലുക്കുണ്ട്. നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ നിന്ന് റൂമിൽ നിന്ന് വരെ കാണുന്നത് ഈ വാട്ടർ ഏരിയ ആണ്. അതായത് നമ്മുടെ ആ ഒരു ബീച്ച്, പിന്നെ ആ ഒരു മലനിരകളും ഐലൻഡ്സും ഒക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദിസ് ഈസ് എ പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്. നല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ ചൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്, കാര്യം വാട്ടർ ഫ്രണ്ട് ഏരിയയുടെ അടുത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് പൂളിൻ്റെ അവിടെ നിന്ന് പോയി കാണിച്ചു തരാം. ഇത് പൂൾ കം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കൈൻഡ് ഓഫ് പൂൾ ബാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ വൈകിട്ടാണ് ആക്റ്റീവ് ആവുന്നത്. ഇത് ഒരു ഇൻഫിനിറ്റി ടച്ച് ഉള്ളൊരു പൂളാണ്, ബട്ട് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഈ പൂളിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി നിൽക്കാം. പിന്നെ അപ്പുറത്തൊരു വാട്ടർ ഏരിയ ആണ്, ലൈക്ക് ഐലൻഡ്സ്, അതെല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. ഇതൊരു കിഡ്സ് പൂൾ ഏരിയ ആണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് അഡൽട്ട് പൂളാണ്, ഇതൊരു അഡൽട്ട് പൂളാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പൂൾ സൈഡ് ബാറ്. ഇതൊക്കെ വൈകിട്ടാണ് ആക്റ്റീവ് ആവുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്, ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ആക്റ്റീവാണ്. ഇതാ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാം. അതായത് അങ്ങോട്ട് കണ്ടോ, കടലും ഐലൻഡ്സുമാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോട്ട്, ക്രൂസ്, യാച്ച് എല്ലാം കാണാൻ പറ്റും. അടിപൊളിയല്ലേ, എന്ത് രസം നോക്കിയാൽ. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഐലൻഡ് ടൂർ ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഐലൻഡ് ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കിയത് തിരിച്ച് ഈ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ കയറിയത് ബോട്ടിൽ നിന്ന് നടന്ന് നേരെ ഈ ഹോട്ടലിലോട്ടാണ് കയറിയത്. അപ്പോൾ ഇന്നലെ എന്താ പറയുക, വന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെള്ളം കുറച്ച് കയറി കിടക്കായിരുന്നു. ഇപ്പോൾ അല്ല, ഇറങ്ങിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇന്നലെ നല്ല കയറി. ഈ പാറയൊന്നും രാത്രി ഇന്നലെ വന്നപ്പോൾ, മീൻസ് നമ്മുടെ ഐലൻഡ് ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, എന്നാലും അവിടെയാണ് നമ്മുടെ ബോട്ട് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ സമയം ആ ഒരു മാർക്ക് കണ്ടോ, അതുവരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ വെള്ളം ഇറങ്ങി. ഓക്കെ, എന്ത് രസമല്ലേ. ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ബോട്ട് ചെട്ടി, അത് ആ കാണുന്നത്
ലങ്കാവിയിൽ തന്നെ ഒരു ഐക്കോണിക് ഞാൻ പറഞ്ഞ ഈഗിൾ സ്ക്വയർ ആണ് കാണുന്നത്. അവിടെ ഇപ്പോൾ മെയിൻ്റെനൻസ് ആണ്, അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്നലെ പോയ ആ ബോട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഐലൻഡെല്ലാം കറങ്ങിയാണ് വന്നത്. അപ്പോൾ ഇങ്ങനൊരു അടിപൊളി വാട്ടർ ഫ്രണ്ട് ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അത് ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിൾസൊക്കെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര മോശമല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. കാര്യം പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് കുറച്ച് പഴക്കമുണ്ട്, ഒരു 30 years മുമ്പുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഡീലക്സ് കാറ്റഗറി എടുക്കരുത്. ഡീലക്സ് കാറ്റഗറി റൂം അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല, കുറച്ച് ക്ലീൻനെസ് കുറവുണ്ട്. ബട്ട് അതിൻ്റെ നെക്സ്റ്റ് കാറ്റഗറി ലോഫ്റ്റ്, ഞങ്ങൾ ലോഫ്റ്റിലാണ് നിൽക്കുന്നത്. ലോഫ്റ്റൊക്കെ നല്ല റൂമാണ്, അടിപൊളി റൂമാണ്. അതിൻ്റെയും മേളിൽ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റൂം എടുക്കുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം. ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതേപോലെ അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെയാണ്. റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് റെസ്റ്റോറൻറ്റ്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതുപോലെ പുറത്തിരുന്നും കഴിക്കാം. പുറത്തിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി കാഴ്ചകൾ ആസ്വദിക്കാം കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദിസ് ഇസ് അവരുടെ ഒരു ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റിനാണ്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ആസ് ഐ സെഡ്. പിന്നെ കുറച്ച് ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് കൗണ്ടേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ, ഈവൻ ഫ്രം ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പിന്നെ പല പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗസ്റ്റും ഉണ്ട് ഇവിടെ. ഇതവരുടെ ഒരു ലൈവ് കൗണ്ടറാണ്. നമ്മൾ പറഞ്ഞാൽ അവർ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ലൈവ് കൗണ്ടേഴ്സിൽ ഇപ്പോൾ ചിക്കൻ കറി, ഡാൽ, ദിസ് ഇസ് ഫോർ ഇന്ത്യൻസ്, പൊറാട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഓംലെറ്റ് പറഞ്ഞാൽ ഓംലെറ്റ് ഉണ്ടാക്കിത്തരും. ഇതാണ് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് രാവിലെ ഫോർജ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു സൂപ്പ് കൗണ്ടറാണിത്. പിന്നെ ജ്യൂസുണ്ട്. പിന്നെ അവരുടെ കുറച്ച് സാലഡ് കൗണ്ടറുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ലാസി ലമക്ക്, ഇത് മലേഷ്യയുടെ തനതായ വിഭവമാണ്. ലാസി ലമക്ക് റൈസിൽ നമ്മുടെ ഈ കരുവാട് പോലത്തെ ഈ ഒരു നെത്തോരി കരുവാടൊക്കെ ഇട്ട് കഴിക്കുന്ന സംഭവമാണ് ഈ ലാസി ലമക്ക് എന്ന് പറയുന്നത്. പിന്നെ കുക്കീസ് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്, പിന്നെ ബ്രെഡ് ജാം, കോഫി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ അത് ഇവിടെ വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ഹെർബ്സ് ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്, ഫിക്സ് ഫ്രൈഡ് കേത്തും ഉണ്ട്, വെജ് ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെനു ഉണ്ട്. കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് മെനു ആണ്. ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഞാൻ റെസ്റ്റോറൻറ്റ് അപ്പർ സൈഡിലാണ് വന്നത് കേട്ടോ. ആ ഒരു ബീച്ച് സൈഡ് വഴിയാണ് വന്നത്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. നോട്ടിലെസ് എന്ന് പറഞ്ഞതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം പറയുന്നുണ്ട് 7 to 10 AM ആൻഡ് ലഞ്ച് ആൻഡ് ഡിന്നർ ഇവിടെ ഉണ്ട്. ബട്ട് മലേഷ്യനാണ് എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. ജബട്ടൻ പെൻഡിക്കക്കൻ നഗരി കെഡ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അത്യാവശ്യം നടന്ന് കാണാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈവനിങ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഇപ്പം ഫാമിലി ആയിട്ടായാലും കുട്ടികളായിട്ടായാലും കപ്പിൾസായിട്ടും വന്നാലും നല്ല പ്രോപ്പർട്ടിയാണിത്. കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ഏരിയയിലാണ് ഇരിക്കുന്നത്, സ്മോൾ പ്രിമൈസസിലല്ല. അപ്പം ഈവനിങ്സൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ആ ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം. നമ്മുടെ ഒരു കൊച്ചിയിലൊക്കെ ഉള്ള ബോൾഗട്ടി അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള പൂവാർ ഐലൻഡ്, ഈവൻ നമ്മുടെ ഇതും പറയാം വർക്കല, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. ബട്ട് അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ്. നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്ന്. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അവിടെ ക്രൂസ് ഷിപ്പ്, യാച്ച് ഇതെല്ലാം കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത ഞാൻ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടുന്ന് ഐലൻഡ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല രസമുള്ള പ്രോപ്പർട്ടിയാണ്. വൈകുന്നേരങ്ങൾ പ്രത്യേകിച്ച് ഭയങ്കര രസമാണ്. കാരണം ഇവിടെ ഇരുട്ടുമ്പോൾ ഒരു 7:30 മണിയാവും. ഇവിടുത്തെ ടൈം 7:30 മണി. അപ്പോൾ അത് ഒരു പ്രത്യേക സൺസെറ്റ് ടൈമാണ്. കാണാനും ഭയങ്കര ഭംഗി തന്നെയാണ്. എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നെടുത്താൽ നോട്ട് ബാഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെല്ല വിസ്റ്റ ലങ്കാവി. കൊള്ളാല്ലേ, അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ലിഫ്റ്റിലാണ് കേട്ടോ. അപ്പം ലിഫ്റ്റിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ലെവൽസ് എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. ഗ്രൗണ്ട് ലെവലാണ് നമ്മളിന്നുണ്ടായത്. ലോബി, റിസപ്ഷൻ, റെസ്റ്റോറൻറ്റ്, സ്വിമ്മിംഗ് പൂൾ, അവിടെയും ഗസ്റ്റ് റൂംസ് ഉണ്ട്. മൾട്ടി ലെവൽ M എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമാണ്. പിന്നെ ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3യിലാണ് നമ്മൾ നിൽക്കുന്നത്. ദാറ്റ് ഈസ് ലോഫ്റ്റ് റൂം. അപ്പം ലെവൽ 3യിലാണ് ഇതായി നിൽക്കുന്നത് കേട്ടോ. ലിഫ്റ്റ് വന്ന് ഇറങ്ങി ലെവൽ 3യിലാണ്. ലെവൽ 3യുടെ ഒരു ഫ്രണ്ട് ഏരിയയാണ്. അത് ലോബി വരുന്നൊരു ഏരിയ. ഇതും ഇവിടെ നോക്കിയാൽ വാട്ടർ ഫ്രണ്ട് ഏരിയയാണ്. നമുക്ക് ഈ ലോബിയുടെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലോബിയല്ല, ഈ ഒരു ഏരിയയിൽ വന്ന് നിന്ന് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വന്ന്
ഈ ഏരിയയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ച. നമ്മൾ നേരത്തെ നിന്ന ലോൺ താഴെയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഐലൻഡ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. കൊള്ളാമല്ലേ? അതായിരുന്നു റെസ്റ്റോറൻറ്റ്. സ്വിമ്മിങ് പൂൾ കാണാം. നമ്മുടെ ലോണ് നോക്കി എന്ത് രസം. നോക്കിയാൽ നമ്മുടെ ആ ഒരു ഫ്ലോറിൽ ലെവൽ 3 ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള സൈഡിലുള്ള റൂംസിൽ നിന്ന് കാണുന്നതും അങ്ങനത്തെ ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു വ്യൂ തന്നെയാണ്. കൊള്ളാമല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ബെല്ല വിസ്റ്റയുടെ കുറച്ച് നല്ല വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ലെവൽ 1, ലെവൽ 2, എം ലെവൽ, ലെവൽ 3 ഇതിനെ അവർക്ക് അറൗണ്ട് 4 ലെവൽസ് ഉണ്ട്. 4 ലെവൽസിൽ തന്നെ ഒരുപാട് റൂംസ് ഉണ്ട്. എനിക്കൊന്ന് ടോട്ടൽ അപ്പോൾ ഈ ടോട്ടൽ ഒരു 100 റൂംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ ലെവൽ 3 തന്നെ 32 to 35 റൂംസ് ഉണ്ട്. അപ്പോൾ അത്രയും റൂം കപ്പാസിറ്റി ഉള്ള റിസോർട്ടാണ് ഈ ഒരു ബെല്ല വിസ്റ്റ റിസോർട്ട്. അപ്പോൾ നമ്മുടെ ബെല്ല വിസ്റ്റയിലെ റൂം ഇതാണ്. അടിപൊളി റൂമാണ് കേട്ടോ. നല്ല റൂമാണ്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, അടിപൊളി ഒരു കാറ്റഗറി റൂമാണ്. ടോപ്പ് കാറ്റഗറിയാണ് കേട്ടോ. നല്ല ബെഡ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വാർഡ്രോബ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഇരിക്കാം വിൻഡോയുടെ അവിടെ. പിന്നെ TV ഉണ്ട്. പിന്നെ നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്ന സ്ലൈഡിങ് ഡോറ് കയറി കഴിഞ്ഞാൽ ഇതൊരു വാഷ് ഏരിയ, ഇതൊരു ബാത്റൂം ഏരിയ, ഇത് ഷവർ ഏരിയ. ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ആയിട്ടാണ്. കൊള്ളാം കേട്ടോ. നമുക്ക് ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റൂമും നല്ല ഒരു കോസി ലുക്ക് ഉണ്ട്. നല്ലൊരു ലക്ഷറി ഫീൽ ഉണ്ട്. സ്പേഷ്യസ് ആണ്. വീണ്ടും വലുതാണ്. അലമാര, ഡൈനിങ് ടേബിൾ അങ്ങനെയൊക്കെ ആയിട്ട് പല ടൈപ്പ് റൂംസ് ഉണ്ട്. എല്ലാം നല്ല റൂംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബെല്ല വിസ്റ്റ ലങ്കാവി വാട്ടർ ഫ്രണ്ട് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. If you like subscribe channel, please do subscribe and hit the bell icon for notification for our next video. This is Flat Cup. Bye.